യദുവിന് ഓർമ്മയില്ലേ? ആ യദുവിന് വേണ്ടത് സോഷ്യൽ മീഡിയയുടെ താരപരിവേഷമൊന്നുമല്ല. ഇപ്പോൾ തൻ്റെ സത്യസന്ധത തെളിയിക്കലാണ്, ജീവിക്കാനുണ്ടായിരുന്ന ജോലി തിരികെ ലഭിക്കലാണ്. ഗതാഗത മന്ത്രി CP ജോണിന് പഴയ മന്ത്രി KB ഗണേഷ് കുമാറിനെ പേടിയാണോ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്. കൊച്ചു കുട്ടികളുടെ മുന്നിൽ വരെ പൂക്കി മുഖ്യമന്ത്രിയായ താരപരിവേഷമായി നടക്കുന്ന VD സതീശൻ മറന്നുപോയോ യദുവിനെ? ആ ചോദ്യവും ഉയരുന്നുണ്ട്. യദുവെന്ന ചെറുപ്പക്കാരൻ ഇപ്പോഴും ഓൺലൈൻ ഭക്ഷണ വിതരണവും നടത്തി ജോലിയൊന്നുമില്ലാതെ മാന്യമായ ഒരു ജോലി ലഭിക്കാൻ തൻ്റെ ഉള്ള ജോലിയും കൊണ്ട് ഇപ്പോഴും പ്രതീക്ഷയോടെ കഴിയുകയാണ്. KSRTCയിൽ ഉണ്ടായിരുന്ന ഒരു ജോലി തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് അത് തെറിപ്പിച്ചവരോട് യദു ക്ഷമിക്കുകയില്ല. അങ്ങനെ 2 പേരിൽ ഒരാൾ പെട്ടിരിക്കുന്നു. ഒന്നുകിൽ KB ഗണേഷ് കുമാർ, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ. ആരാദ്യം കുഴിയിലേക്ക് ചാടുമെന്ന് അവർ തന്നെ തീരുമാനിക്കണം. എന്തായാലും ഒന്ന് വ്യക്തമാണ്, 2 പേരും ചേർന്നാണ് യദു എന്ന ഒരു പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം വഴിയാധാരമാക്കിയത്. പരസ്പരം വൈരികളെന്ന് ജനത്തിൻ്റെ മുന്നിൽ അഭിനയിച്ചു കിടന്ന KB ഗണേഷ് കുമാറും നല്ലൊരു നടനാണ്. പിന്നെ അഭിനയം തീരെ അറിയാത്ത ആര്യ രാജേന്ദ്രൻ മുൻ മേയറും. ഈ 2 പേരും യുവാവിനെ ഒരുമിച്ച് നിന്ന് ചതിക്കുകയായിരുന്നു. അതിൻ്റെ വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നുവെന്നാണ് യദു പറയുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നടുവൊടിഞ്ഞു പോയ കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായ KB ഗണേഷ് കുമാർ സമാധാനവും പറയേണ്ടി വരും. മണിക്കൂറുകളോളം ടെലിഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ചതിനാണ് യദുവിനെ പുറത്താക്കിയതെന്നാണ് ഗതാഗത മന്ത്രിയായിരുന്ന വേളയിൽ KB ഗണേഷ് കുമാർ വീരവാദം മുഴക്കിയത്. തിരുവനന്തപുരത്തെ റോഡിൽ അന്നത്തെ മേയർ ആര്യ രാജേന്ദ്രനുമായി വാക്കേറ്റമുണ്ടാക്കിയ അതേ ഡ്രൈവർ യദു കൃഷ്ണനെ പുറത്താക്കിയതിന് കാരണം മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി പ്രശ്നമുണ്ടാക്കിയതല്ല എന്ന് KB ഗണേഷ് കുമാർ അന്ന് തറപ്പിച്ച് പറഞ്ഞു. ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിച്ചത്രേ. എന്നാൽ KSRTCയിൽ നിന്നും യദു ശേഖരിച്ച വിവരാവകാശ രേഖ പ്രകാരം അങ്ങനൊരു തെളിവേ വകുപ്പിൽ കിട്ടിയിട്ടില്ല. താൽക്കാലിക ഡ്രൈവറായിരുന്നു യദു. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ തുടർച്ചയായി 6 മണിക്കൂർ ഇയർഫോൺ വെച്ച് ഫോണിൽ സംസാരിച്ചു എന്നാണ്, അതിനാണ് നടപടിയെന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നുമെന്ന് വ്യക്തമായി അറിയിച്ചത്. ഗണേഷ് കുമാറിൻ്റെ മാധ്യമങ്ങളോടുള്ള ആ നിലപാടും അതായിരുന്നു. ബസ്സിലെ 60ഓളം യാത്രക്കാരുടെയും റോഡിലെ ആയിരങ്ങളുടെയും ജീവൻ വച്ച് പന്താടിയാണ് യദു എന്ന് വാഹനമോടിച്ചെന്നാണ് കുറ്റകരമായൊരു വകുപ്പ് കൂടി ചേർത്ത് കൊടുത്തത്. യദു ഇങ്ങനെ 6 മണിക്കൂർ ഫോണിൽ സംസാരിച്ച കാര്യം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹം കോൾ ഡീറ്റെയിൽസ് സഹിതം നൽകിയ ആ റിപ്പോർട്ടിന് പ്രകാരം നടപടിയെന്നും അന്ന് ഗണേഷ് കുമാർ വലിയ വീരവാദം മുഴക്കിയിരുന്നു. പക്ഷേ വിവരാവകാശ പ്രകാരം യദു KSRTCയിൽ നിന്നും വിവരങ്ങളെടുത്തപ്പോൾ അത്തരമൊരു റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ പേരിൽ KSRTCക്ക് ലഭിച്ചിട്ടില്ല, ഗതാഗത വകുപ്പിന് ലഭിച്ചിട്ടില്ല. 2024 ഏപ്രിൽ 27 രാത്രി 10 മണിക്കാണ് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ ഈ സംഭവം നടന്നത്. ആര്യയും ഭർത്താവ് അന്ന് MLA ആയിരുന്ന സച്ചിൻ ദേവും സഞ്ചരിക്കുന്ന കാറിൽ ഈ ബസ് തട്ടി എന്ന് പറഞ്ഞ് തർക്കമുണ്ടായത്. ഈ പ്രശ്നം ഇരുവരും തമ്മിൽ വിഷയമുണ്ടായത് മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ തന്നോട് അറിയിച്ചിട്ടില്ലെന്നാണ് ഗണേഷ് കുമാർ തള്ളിപ്പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് KSRTC ആസ്ഥാനത്ത് വിവരാവകാശം വഴി യദു രേഖകളെടുത്തത്. താൻ ഇത്തരത്തിൽ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും KSRTCക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മറുപടി ലഭിച്ചത്. അതോടെ അന്ന് ഗണേഷ് കുമാർ എന്ന മന്ത്രി പറഞ്ഞത് കളവാണെന്ന് വ്യക്തമായിരിക്കുന്നു. തന്നെ പുറത്താക്കിയതിന് കാരണം ആര്യ രാജേന്ദ്രൻ്റെ കുടുംബവും ബസ് തടഞ്ഞത് താൻ ചോദ്യം ചെയ്തു, അതിനാലാണെന്ന് യദു ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ യദു ആട്ടെ ഓൺലൈൻ ഭക്ഷണ വിതരണവുമായി ജീവിതം വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മേയറെയും മറ്റുള്ളവരെയും അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ് പോലീസ് ആദ്യം കേസെടുത്തു. ഇതോടെ യദുവിൻ്റെ ജീവിതം ഇപ്പോഴും ഇരുളടഞ്ഞിരിക്കുന്നു. യദു പറയുന്നത് തന്നെ KSRTCയിൽ തിരികെ ജോലിക്ക് എടുത്തിട്ടില്ല എന്നാണ്. അത് സമൂഹ മാധ്യമങ്ങളുടെ സംഭാവനയാണ് ആ വാർത്ത. യദു ഇപ്പോഴും ഓൺലൈൻ ഭക്ഷണ വിതരണവുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അന്നത്തെ ആര്യ രാജേന്ദ്രൻ ഇന്ന് മേയറല്ല. 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിലല്ല, രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ 8 നിലയിൽ പൊട്ടി. അന്ന് ആര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് സച്ചിൻ ദേവും ഇതാ 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു. അങ്ങനെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും രാഷ്ട്രീയ ജീവിതം ഇരുളടഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുമായി വരെ ആര്യ രാജേന്ദ്രൻ കൊമ്പ് കോർത്തു. ശിവൻകുട്ടി പറഞ്ഞത്രേ, ആര്യ രാജേന്ദ്രൻ തൻ്റെ പ്രചരണ വാഹനത്തിൽ കയറുന്നത് പോലും മണ്ഡലത്തിലെ സ്ത്രീകൾ അനുവദിച്ചില്ല, അവർ തടഞ്ഞുവെന്ന്.
എങ്കിലും അത് മന്ത്രി പറയുന്നത് കളവാണെന്നും മുൻമന്ത്രി പറഞ്ഞത് പൊട്ടക്കള്ളമാണെന്നും അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കണമെന്നും പറഞ്ഞ് ആര്യ രാജേന്ദ്രൻ തിരിച്ച് മറുപടിയും രംഗത്തെത്തിയെങ്കിലും പാർട്ടി വേണ്ടിയിട്ടില്ല. നേമത്ത് വി ശിവൻകുട്ടി തോറ്റത് ആര്യ രാജേന്ദ്രൻ എന്ന ഒരു ഫാക്ടർ കൂടി ഉണ്ടെന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും യദുവിന് സന്തോഷിക്കാം. തൻ്റെ ശത്രുക്കളെല്ലാം നിലംപരിശായി. കെ പി ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്നും 8 നിലയിൽ പൊട്ടി. സച്ചിൻ ദേവും ഇതാ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടി. മേയർ പദവിയിൽ നിന്ന് നാണം കെട്ടാണ് ആര്യ രാജേന്ദ്രൻ പടിയിറങ്ങിയത്. പിന്നീട് രാഷ്ട്രീയമായ ഒരു വനവാസത്തിന് പോകേണ്ടി വന്നിരിക്കുന്നു ആര്യയ്ക്ക്. എന്തായാലും സച്ചിനിപ്പോൾ വേണ്ടത് ആര്യ രാജേന്ദ്രൻ എന്ന വീട്ടമ്മയാണ്. യദുവിന് വേണ്ടത് KSRTCയിലെ തൻ്റെ പഴയ ജോലിയാണ്. കള്ളത്തരം പറഞ്ഞ് വ്യാജരേഖകൾ ഉണ്ടെന്ന് കാണിച്ച് അന്നത്തെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ സച്ചിനെ കള്ളത്തരം പറഞ്ഞ് വ്യാജരേഖകൾ ഉണ്ടെന്ന് കാണിച്ച് അന്നത്തെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ യദുവിനെ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തന്നെ തിരിച്ചെടുക്കണമെന്നാണ് മന്ത്രി CP ജോണിനോട് യദുവിൻ്റെ അപേക്ഷ.